ഗൈസ് എല്ലാവർക്കും സൈബർ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വളരെ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത്. ഞാനിന്ന് വെറുതെ നിങ്ങളുടെ പഴയ വീഡിയോയുടെ അതായത് ഡൊമെയിൻ രജിസ്റ്ററും ഹോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ ഫ്രീനോമിന് ആൾട്ടർനേറ്റീവായിട്ടുള്ള വല്ല ഡൊമെയിൻ രജിസ്റ്ററും ഉണ്ടോ, ഫ്രീനോം എന്തുകൊണ്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യാത്തത്, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ആയിട്ടുള്ള എന്തോ ഒരു ലീഗൽ ഇഷ്യൂ കാരണം അവരിപ്പോൾ ഫ്രീ ഡൊമെയിൻ രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണെന്നാണ് കണ്ടത്. കാരണം പല ആൾക്കാരും ഈ ഫ്രീനോമിൽ നിന്ന് ലഭിക്കുന്ന ഫ്രീ ഡൊമെയിനുകൾ ഫിഷിംഗ് അറ്റാക്ക് പോലുള്ള പല കാരണങ്ങൾക്ക് വേണ്ടിയും യൂസ് ചെയ്തതോടെ US ഗവൺമെൻറ് കാര്യങ്ങളായി മുന്നോട്ട് പോയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഫ്രീനോമിന് ആൾട്ടർനേറ്റീവായിട്ടുള്ള ഡൊമെയിൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന വല്ല രജിസ്റ്ററും അവൈലബിൾ ആണോ എന്നുള്ളത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഫ്രീനോം പോലുള്ള രജിസ്റ്ററുകൾ അവൈലബിൾ അല്ലാന്ന് തന്നെയാണ്. ഇനി ആർക്കെങ്കിലും അങ്ങനെ വല്ല രജിസ്റ്ററും കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുകയാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് കൂടി വലിയ ഹെൽപ്പായിരിക്കും. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയുള്ളതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾക്കിപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നത് വളരെ ചീപ്പായിട്ടുള്ള കുറച്ച് ഡൊമെയിൻ രജിസ്റ്റേഴ്സും അവിടെ നിന്ന് എങ്ങനെ ഡൊമെയിൻ പർച്ചേസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ സാധാരണ ടെസ്റ്റിംഗ് പർപ്പസിനോ അല്ലെങ്കിൽ ഡെമോ വെബ്സൈറ്റിനൊക്കെയാണ് നമ്മൾ ഫ്രീനോമിൽ നിന്ന് ഡൊമെയിൻ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ എക്സ്റ്റൻഷൻ നമ്മൾ നോക്കാറില്ല. നമ്മൾ സാധാരണ TKML അങ്ങനെയുള്ള എക്സ്റ്റൻഷനൊക്കെയാണ് ടെസ്റ്റിംഗ് ഡൊമെയിനും ഡെമോ ഡൊമെയിനൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പെയ്ഡ് രജിസ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഡൊമെയിനുകൾ അവിടെ കാണാൻ സാധിക്കില്ല. അവിടെ മെയിനായിട്ട് ടോപ്പ് ലെവൽ ഡൊമെയിൻ നെയിംസ് ആയ .com .in .net അങ്ങനെയൊക്കെയുള്ളതാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടുന്ന് മാക്സിമം ചീപ്പായിട്ടുള്ള ഒരു ഡൊമെയിൻ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് .com ഡൊമെയിനാണോ അങ്ങനത്തെ ടോപ്പ് ലെവൽ ഡൊമെയിൻസ് ആണ് വേണ്ടെങ്കിൽ അതും അവിടുന്ന് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ള സെക്കൻഡ് ലെവൽ ഡൊമെയിൻ നെയിംസും അവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇന്നൊരു സെക്കൻഡ് ലെവൽ ഡൊമെയിൻ നെയിം അതായത് .in .net എന്നുള്ളൊരു ഡൊമെയിനാണ് വാങ്ങിക്കുന്നത്. ഇത് ആക്ച്വലി വരുന്നത് .net എന്നുള്ള ടോപ്പ് ലെവൽ ഡൊമെയിൻ്റെ അണ്ടറിൽ വരുന്ന ഡൊമെയിനാണ്. .in എന്നുള്ളൊരു ടോപ്പ് ലെവൽ ഡൊമെയിൻ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു കൺട്രി കോഡാണ്. കൺട്രി വൈസ് ഇന്ത്യയിലുള്ള വെബ്സൈറ്റുകൾക്കാണ് മെയിനായിട്ട് .in എന്നുള്ള ഡൊമെയിൻ വരുന്നത്. പക്ഷേ നമ്മൾ .net എന്നുള്ള ഡൊമെയിൻ വരുന്നത് .netൻ്റെ അണ്ടറിലാണ് വരുന്നത്. അത് നമ്മളിപ്പോൾ ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മളൊരു സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഡൊമെയിൻ നെയിമിൻ്റെ അത്ര വലിയ പ്രാധാന്യമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷനോ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റൊക്കെ ആണെങ്കിൽ ഡൊമെയിൻ നെയിമിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിനെ നോക്കി നമ്മൾ അങ്ങനെയുള്ള ഡൊമെയിനാണ് പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങൾ ആമസോണിൻ്റെയൊക്കെ ഇത് നോക്കിയാൽ മനസ്സിലാവും. US .com എന്നുള്ള സെർച്ച് ചെയ്യുമ്പോൾ US സൈറ്റ് ആയിരിക്കും വരുന്നത്. അല്ലെ ഓരോ കൺട്രി കോഡ് അനുസരിച്ച് ഡൊമെയിൻ മാറ്റമായിരിക്കും. Amazon .in അടിച്ച് ഇന്ത്യ വരും. അങ്ങനെ ഓരോ കൺട്രിക്ക് അനുസരിച്ച് ഈ ഒരു എക്സ്റ്റൻഷൻ മാറിക്കൊണ്ടിരിക്കും ആ ഡൊമെയിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിന്ന് എങ്ങനെ ഒരു ചീപ്പായിട്ടുള്ള ഡൊമെയിൻ വാങ്ങാമെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ബിഗ് റോക്ക് എന്ന് പറയുന്ന ഒരു ഡൊമെയിൻ രജിസ്റ്ററാണ്. അപ്പോൾ നമുക്ക് അതിനായി ഗൂഗിളിൽ എടുത്തതിന് ശേഷം ബിഗ് റോക്ക് ഡൊമെയിൻ സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ വരുന്ന ബിഗ് റോക്കിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുക. നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ഡൊമെയിൻ്റെ നെയിം സെർച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സെയിം നെയിമാണ് സെർച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും .com ഡൊമെയിനൊക്കെ 1000-ഓളം രൂപ വരുന്നുണ്ട്. ഒരു ടെസ്റ്റിംഗ് വെബ്സൈറ്റ് നമുക്ക് ഇത്രയും പൈസ കൊടുത്തുള്ള ഡൊമെയിൻ ആവശ്യമില്ല. പക്ഷേ cybermachan.online എന്നുള്ള ഡൊമെയിൻ വരുന്നത് 99 രൂപയാണ്. ഇതിൻ്റെ കൂടെ ടാക്സും വരും. പക്ഷേ ഇത് 1 ഇയറിലേക്കുള്ള റേറ്റ് എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഒരു മാസത്തേക്ക് ജസ്റ്റ് 10 രൂപയിൽ താഴെ മാത്രമേ നമുക്ക് ഈ ഒരു ഡൊമെയിൻ പർച്ചേസ് ചെയ്യാൻ ചിലവ് വരുന്നുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഡൊമെയിനായ .in .net എന്നുള്ള ഡൊമെയിനിന് വരുന്നത് 69 രൂപ മാത്രമാണ്. അപ്പോൾ ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഓൺലൈനിലുള്ള ഡൊമെയിനാണ് വേണ്ടതെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. ഗൂഗിൾ വർക്ക് സ്പേസ് ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ചെക്കൗട്ട് കൊടുക്കാം. ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ഇപ്പോൾ ഓണായിട്ടാണുള്ളത്. ഒരു ടെസ്റ്റിംഗ് ഡൊമെയിന് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് വെബ്സൈറ്റിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് കളയാം. അപ്പോൾ നമുക്ക് വരുന്നത് 69 രൂപ പ്ലസ് 12 രൂപ ടാക്സ് അടക്കം 81 രൂപ മാത്രമാണ് ഈ ഡൊമെയിൻ പർച്ചേസ് ചെയ്യാൻ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിച്ച് നമുക്കിവിടെ സൈൻ ഇൻ ചെയ്യാം. അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സൈൻ അപ്പ് കൊടുത്ത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു ഡൊമെയിൻ വേണമെങ്കിൽ നോക്കാം. വേറൊരു ഡൊമെയിൻ .in ആണെങ്കിൽ ഇതാണ് .in പൈസ എത്ര വരും നോക്കാം. .in ആകുമ്പോഴും
ഡോട്ട് ഇൻ 579 രൂപ വരും. എനിക്ക് തോന്നുന്നത് ഞാൻ ബാക്കിയുള്ള സൈറ്റുകളെ നോക്കുമ്പം ഈ സൈറ്റിൽ കുറച്ച് പൈസ കുറവാണ്. പക്ഷേ നിങ്ങൾക്കറിയാം വേറെയും കുറേ ഓഫറുകൾ ഉണ്ടാവും. പ്രൊമോ കോഡുകൾ അപ്ലൈ ചെയ്താൽ പലതിലും ഉണ്ടാവും. ഇപ്പം ഞാൻ അവൈലബിൾ ആയ ഓഫേഴ്സ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നിയത് ഈ ഒരു സൈറ്റിലാണ്. ബിഗ് റോക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് കോഡ് ഐഡിയിലൊക്കെ ഞാൻ കണ്ടു 1 രൂപയ്ക്ക് ഒരു ഡൊമൈൻ ഒക്കെ. പക്ഷേ ആ 1 രൂപയ്ക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ 3 ഇയർ സബ്സ്ക്രിപ്ഷൻ ഒന്നിച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഇയർ മാത്രമാണ് ഞങ്ങൾക്ക് 1 രൂപയ്ക്ക് ആ ഡൊമൈൻ കിട്ടുന്നത്. ബാക്കിയുള്ള 2 ഇയർ നമ്മൾ 1300 രൂപ അടക്കേണ്ടി വരും ഒരു ഡൊമൈനിന്. പക്ഷെ നമ്മൾ ടെസ്റ്റിങ്ങിനോ മറ്റു ആവശ്യങ്ങൾക്കോ ആണ് ആ ഡൊമൈൻ വാങ്ങുന്നതെങ്കിൽ 1 ഇയർ ടെൻഡറിൽ തന്നെ വാങ്ങുന്നതായിരിക്കും. നമ്മൾ ടെസ്റ്റിങ്ങിനോ മറ്റു ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കോ ആണ് ഡൊമൈൻ വാങ്ങുന്നതെങ്കിൽ 1 ഇയർ ഒരു കാലയളവിലേക്ക് നമുക്ക് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡോട്ട് ഓൺലൈൻ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇത് വാങ്ങണമെങ്കിൽ നമുക്ക് എത്ര പൈസയാവും നോക്കാം. ഡോട്ട് ഓൺലൈൻ ആകുമ്പോൾ ഡോട്ട് ഇന്നിലാകുമ്പോൾ ടോട്ടൽ 117 റുപ്പീസാണ് ആവുന്നത്. ഇതാണ് ഈ ഒരു സൈറ്റ്. പിന്നെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു സൈറ്റാണ് ഹോസ്റ്റിഞ്ചർ. ഞാൻ ഓൾറെഡി ഇത് സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് വരുന്നത്. ഹോസ്റ്റിഞ്ചറിലും ഇതിൽ ഡോളറിലാണ് പൈസ കാണിക്കുന്നത്. ഡോട്ട് ഓൺലൈൻ എന്നുള്ളതിൽ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായത് 117 രൂപയാണ്. അപ്പോൾ ഇവിടെ എത്രയാവും നമുക്ക് നോക്കാം. $1 വരുന്നത്. സോറി, $0.99 വരുന്നത്. ആഡ് ടു കാർട്ട് കൊടുത്താൽ 1 ഇയർ ആണ് കൊടുത്തിട്ടുള്ളത്. റിന്യൂ ചെയ്യാൻ നെക്സ്റ്റ് ഇയറിൽ $34 കൊടുക്കേണ്ടി വരും. ഇതിൽ ഫ്രീ ഡൊമൈൻ പ്രൈവസി പ്രൊട്ടക്ഷൻ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ഇതിനെ ഞങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു തവണ ലോഗിൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നിങ്ങൾക്ക് ഇതിൽ പ്രൈസും കാര്യങ്ങളും കാണണമെങ്കിൽ നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. നിങ്ങളെ മെയിൽ ID വെച്ചോ അല്ലെങ്കിൽ ഒരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്തോ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും പേയ്മെൻറ്റ് ഓപ്ഷൻസാണ് ഇവർ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഇതിലൊരു $3.9 ടാക്സ് ഇടക്കാണ് വരുന്നത്. അപ്പോൾ $1.38 നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. നമുക്കിതിനൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. USD to INR 1.38 നമ്മൾ കണ്ടത്. അപ്പോൾ 115 രൂപയാണ് വരുന്നത്. മറ്റേ സൈറ്റിലുണ്ടായത് 117 രൂപയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ ഡോളറിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഏതാണെന്ന് വെച്ചാൽ അതിന് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ കൂടി എനേബിൾ ആയാൽ മാത്രമേ ഈ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റൂ. 2 രൂപയുടെ വ്യത്യാസം മാത്രമേ ഈ രജിസ്ട്രേഷനിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിളായി തോന്നുന്നത് വെച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ബാക്കി ഒരുവിധം ഞാൻ ചെക്ക് ചെയ്ത എല്ലാ ഡൊമൈൻ രജിസ്റ്ററിലും ഇതോ അല്ല ഇതിനേക്കാളും പൈസയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഏതിനാണോ പൈസ കുറവ് ഇതിലേക്ക് വാങ്ങുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓട്ടോ റിന്യൂവലിൻ്റെ ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാതിരിക്കുക. അടുത്ത വർഷം അത് റിന്യൂ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഡെബിറ്റ് ആവും. കാരണം ഫസ്റ്റ് ഇയർ മാത്രമാണ് എല്ലാവരും ചീപ്പായിട്ട് ഡൊമൈൻ കൊടുക്കുന്നത്. അടുത്ത വർഷം ഇപ്പോൾ ഇവിടെ $1 ആണെങ്കിൽ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്ക് 34, നേരത്തെ നമ്മൾ കണ്ടില്ലേ $34 രജിസ്ട്രേഷൻ ഫീ വരുന്നത്. അതെന്തായാലും 1000 രൂപയിൽ കൂടുതൽ വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും ചീപ്പായിട്ട് ഡൊമൈൻ വാങ്ങുന്ന വല്ല സൈറ്റുകളോ അല്ലെങ്കിൽ രജിസ്റ്ററോ അവൈലബിൾ ആണ് അല്ലെങ്കിൽ അറിയാമെങ്കിൽ നിങ്ങൾ പിന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അത് ബാക്കിയുള്ളവർക്ക് കൂടി ഒരു ഉപകാരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നോളജുകൾ ഇനിയും ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.